ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആംബുലൻസ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ്. ഓക്കെ, 100 ചോദ്യങ്ങളുടെ പരീക്ഷയിൽ 28 ചോദ്യങ്ങളാണ് കറണ്ട് അഫെയറിൽ നിന്ന് ചോദിച്ചത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫെയറിൻ്റെ ഇമ്പോർട്ടൻസ് പരീക്ഷകളിൽ മനസ്സിലായല്ലോ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതുവരെ ചോദിച്ച 2024 ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിൽ ആവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് 2024 ഇതുവരെ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും കറണ്ട് അഫെയർ ഉൾപ്പെടുത്തി ഒരു വലിയ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കേരള PSC വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം 16ാമത്തെ ചോദ്യമാണ്. കറണ്ട് അഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 16ാമത്തെ ചോദ്യത്തിൽ നിന്നാണ്. ഓക്കെ, 16ാമത്തെ ചോദ്യം നോക്കൂ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാനാണല്ലേ. ഓപ്ഷൻ സി ഗഗൻയാനാണ് ഉത്തരം. അടുത്ത് നോക്കൂ, 17ാമത്തെ 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സ്പെയിൻ ആണല്ലേ. നമ്മൾ പറഞ്ഞതാണ് എന്ത്, വനിതാ ലോകകപ്പ്. വളരെ പെയിൻ എടുത്താണ് വനിതകൾ കായികമായിട്ട് കളിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അടുത്ത് നോക്കൂ. ഇനി 23ാമത്തെ ചോദ്യമാണ് കറണ്ട് അഫെയർ. 23ാമത്തെ ചോദ്യം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ് ആണ് അല്ലേ. റിസർവ് ബാങ്ക് എന്ന് പറയുമ്പോൾ മണി അല്ലേ, പൈസയ്ക്കൊക്കെ അല്ലേ, മണിയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, കുറേ ശക്തി വേണം. ഓക്കെ, ശക്തികാന്ത ദാസ് ആണ്, നമ്മൾ പറഞ്ഞതാണ്. അടുത്ത് നോക്കൂ, 24ാമത്തെ ചോദ്യവും കറണ്ട് അഫെയർ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? മനുഷ്യാവകാശ കമ്മീഷനാണ് അരുൺകുമാർ മിശ്ര. ഓപ്ഷൻ എ അരുൺകുമാർ മിശ്ര നമ്മളെടുത്തതാണ്. അടുത്ത് നോക്കൂ, ഏതാണ്? 31ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണല്ലേ. ഓപ്ഷൻ സി. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ന്യൂസിലെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഏറ്റവും വലിയ കപ്പൽ അവിടെ അടുത്തു, ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ കപ്പൽ വിഴിഞ്ഞത്തടുത്തു എന്നെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഓപ്ഷൻ സി വിഴിഞ്ഞമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഓക്കെ, അതിനുശേഷം എന്താണ്? 34ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അല്ലേ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷാണ്. ഓപ്ഷൻ ബി ആണ്, MP രാജേഷ്. ഓക്കെ, നമ്മളെന്താണ് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. സെൻട്രലിൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ. കേരളത്തിൻ്റെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 38ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരിയാണ്. ഓപ്ഷൻ സി ആണ്, 38 ഓപ്ഷൻ സി. അടുത്ത് നോക്കൂ, 39ാമത്തെയും കറണ്ട് അഫെയർ ആണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ആയി തിരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടിയാണ്. ഓപ്ഷൻ എ ആണ്, മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത്. 40ാമത്തെ ചോദ്യം നോക്കൂ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ സംസ്ഥാനം തന്നെയാണ്, കേരളമാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പിന്നെ 41 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ് അല്ലേ. എന്താണ്, നമ്മൾ ഓൾറെഡി കോഡ് വെച്ച് തന്നെ ക്ലാസ് എടുത്തതല്ലേ. നമ്മൾ അവാർഡിൻ്റെ 2022 മുതൽ 22, 23, 24 മൊത്തം അവാർഡുകളും നമ്മൾ കോഡ് വെച്ച് തന്നെ പഠിപ്പിച്ചതാണ്. വർഷം, അതുപോലെ അവാർഡ്, നേടിയ വ്യക്തി, കൃതി എല്ലാം നമ്മൾ ആ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ കൊടുത്തിരിക്കാം, അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും കണ്ടുവെക്കുക, നിങ്ങൾക്ക് എന്തായാലും അത് ഉപകാരപ്പെടും. അപ്പോൾ ഇവിടെ എന്താണ്, ജീവിതം ഒരു പെൻഡുലം പോലെ അവിടുന്ന് എന്താണ്, ശ്രീകുമാരൻ തുമ്പി അല്ലേ, തമ്പി. നമ്മുടെ വീഡിയോയിൽ കോഡാണ്, കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്കടുത്ത് നോക്കാം. 42ാമത്തെ ചോദ്യം. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ഏതാണ്? ജൂലൈ 14, 2023 അല്ലേ. 2023 ചന്ദ്രയാൻ 3 എന്നോർക്കാം. എന്താണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്? ഒരു ജൂലൈ ആണ് അല്ലേ. ജൂലൈ എന്ന് കണക്ട് ചെയ്യാം.
14 അല്ലേ, ജൂലൈ 14, 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഇപ്പോൾ ഈ 2024 ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് എക്സാമുകളിൽ ആവർത്തിച്ച ഒരു ഭാഗമാണ് ചന്ദ്രയാൻ 3. നമ്മളിതിൻ്റെ പേലോഡുകളും എല്ലാം ഉൾപ്പെടുന്ന എല്ലാ വർഷങ്ങളും എല്ലാം തന്നെ കോഡുകളിലൂടെ പഠിപ്പിച്ച ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, വേണ്ടവർക്ക് അത് കാണാം. ഓക്കെ, അടുത്ത് നോക്കൂ. 42ാമത്തെ ചോദ്യം കഴിഞ്ഞു. പിന്നെ 43ാമത്തെ, മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 എന്താണ്? കുടുംബശ്രീ ദിനമാണ് അല്ലെ, കുടുംബശ്രീ ദിനമാണ് മെയ് 17. അടുത്ത് നോക്കും. 44ാമത്തെ ചോദ്യം, യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോടാണ് അല്ലേ, ഓപ്ഷൻ ബി കോഴിക്കോട്. കോഴിക്കോടിന് യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം. 45ാമത്തെ ചോദ്യം നോക്കൂ. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഏതാണ്? ഗുജറാത്താണല്ലേ, സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത് ഗുജറാത്ത്. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം നോക്കൂ. വീണ്ടും ചന്ദ്രയാൻ 3 ആണല്ലേ. ഇപ്പോൾ മനസ്സിലായല്ലോ, ഓരോ ഏരിയയുടെയും ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2ാമത്തെ പ്രാവശ്യമാണ് ചന്ദ്രയാൻ 3 ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ ആയിരുന്നോ? അല്ലേ, ആരായിരുന്നു? എസ് സോമനാഥ് ആയിരുന്നു. എസ് സോമനാഥ്. 2022 ജനുവരി മുതൽ എസ് സോമനാഥാണ്. ഓക്കെ, 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ, അടുത്ത് നോക്കൂ. പ്രൊജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേൽ. ശരിയാണല്ലോ, ശരിയാണ്. വിക്ഷേപണ വാഹനം LV മാർക്ക് 3 അല്ലേ, മാർക്ക് 3 ചന്ദ്രയാൻ 3 എന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. വിക്ഷേപണ തീയതി നമ്മൾ പറഞ്ഞതാണ് ജൂലിയാണല്ലേ, ജൂലൈ 14, 2023. അപ്പോൾ ഏതാണ്? രണ്ടും ശരിയാണ്. 2, 3, 4 ശരിയാണ്. 2, 3, 4 ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. 47ാമത്തെ ചോദ്യം. ഓക്കെ, ഇത് കറണ്ട് അഫെയർ അല്ല. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഇത് നമ്മൾ 28 കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എന്താണ്? ഒരു പഴയ ചോദ്യമാണല്ലോ. 2016 ജൂൺ മാസത്തിൽ. ഓപ്ഷൻ ഉമ്മൻചാണ്ടി എന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും ചിലർ. എന്നാൽ ഉത്തരം എന്താണ്? പിണറായി വിജയനാണ് അല്ലേ. ജൂൺ മാസത്തെയാണ്, 2016 ജൂൺ മാസത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. 2016 മെയ് 25 മുതൽ നമ്മുടെ CM ആരാണ്? പിണറായി വിജയനാണ് അല്ലേ. ഓക്കെ, ഇങ്ങനെ എന്താണ് 2016 ജൂൺ എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കണക്ട് ചെയ്യും. എന്താ, പഴയ മുഖ്യമന്ത്രി ആയിരിക്കും. 2016 ഉമ്മൻചാണ്ടിയാണല്ലോ എന്ന് കരുതിയിട്ട് ഓപ്ഷൻ ബി കുത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ. അടുത്ത് 49ാമത്തെ ചോദ്യം നോക്കൂ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? സിറാജ് ആണ് അല്ലേ, മുഹമ്മദ് സിറാജ്. ഓപ്ഷൻ സി ആണ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. അവിടെ നോക്കൂ. 50ാമത്തെ, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിൻ്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? നമ്മളെടുത്താണ്. ആരാണ്? ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത് ആണ് അല്ലേ. 2023 G20 എവിടെയാണ് നടന്നത്? ഇന്ത്യയിലാണ് നടന്നത്. ഇന്ത്യയിൽ നടക്കുമ്പോൾ എന്താണ്? ഇന്ത്യയിൽ ഷെർപ്പയ്ക്ക് ഒരുപാട് ജോലി ഉണ്ടാവില്ലേ, ഒരുപാട് ജോലി ഉണ്ടാവും. അതായത് അമിതമായി ജോലി എടുക്കേണ്ടി വരും. അതുകൊണ്ട് അമിതാഭ് കാന്തിനെയാണ് ഇന്ത്യൻ ഷെർപ്പയായി നിയോഗിച്ചത്. ഓക്കെ, അടുത്ത് നോക്കൂ. അടുത്തത് 52ാമത്തെ ചോദ്യം നോക്കൂ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായതാണ്. നോക്കൂ. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. ശരിയാണല്ലോ, ശരിയാണ്. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ് അല്ലേ, അതും ശരിയാണ്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണല്ലേ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്തത് 52 കഴിഞ്ഞു. ഇനി 57ാമത്തെ ചോദ്യം നോക്കൂ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? പ്ലാസ്റ്റിക് ആണ് അല്ലേ, പ്ലാസ്റ്റിക് ആണ്. ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം. എന്തായിരുന്നു തീം? 2023 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്തായിരുന്നു? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ല, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നുള്ളതായിരുന്നു തീം. അടുത്ത് നോക്കാം. 58ാമത്തെ ചോദ്യവും കറണ്ട് അഫെയർ ആണ്. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കറണ്ട് അഫെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ചോദ്യമാണ് അല്ലേ.
58-ാമത്തെ ചോദ്യം ഏതാണ്? ആശാധാരയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 59-ാമത്തെ ചോദ്യം നോക്കൂ. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഏതാണ്? ചെറുധാന്യങ്ങളാണ് അല്ലേ, മില്ലറ്റ്സ് ആണ്. 2024 തന്നെ 3ാമത്തെ തവണയാണ് കേരള PSC ഇതേ ചോദ്യം ചോദിക്കുന്നത്. 2023 മില്ലറ്റ്സ് ആണ് അല്ലേ, ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. അടുത്ത് നോക്കൂ. 60-ാമത്തെ ചോദ്യം കറണ്ട് അഫെയർ അല്ല, 65-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? സെപ്റ്റംബർ 2 സെപ്റ്റംബർ 2, 2023 ആദിത്യ L1 വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം നോക്കൂ. 66-ാമത്തെയും കറണ്ട് അഫെയർ ആണ്. 2023 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ ആണല്ലേ, ഓപ്ഷൻ സി നോർവേ. എന്താണ്? സാഹിത്യത്തിനോട് നോ പറയാൻ പറ്റില്ല അല്ലേ. നൊബേൽ സമ്മാനത്തിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത് നോക്കൂ. 74-ാമത്തെ ചോദ്യം നോക്കൂ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി കറണ്ട് അഫെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു ചോദ്യമാണ്. ഏതാണ്? നിരാമയാണ് അല്ലേ, നിരാമയ. അടുത്തത് 74-ാമത്തെ കഴിഞ്ഞാൽ പിന്നെ നോക്കൂ. 76-ാമത്തെ നോക്കൂ. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? നമ്മുടെ കോവിഡ് ആണല്ലേ, കൊറോണ വൈറസ്. ഓപ്ഷൻ ബി ആണ് ബാക്ക് ടു ബേസിക്. കേരള സർക്കാർ കൊണ്ടുവന്ന ഒരു ക്യാമ്പയിനാണ് കൊറോണയുമായി ബന്ധപ്പെട്ട് ബാക്ക് ടു ബേസിക് എന്ന് പറയുന്നത് ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ നോക്കൂ. 77-ഉം 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏതാണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലേ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഇതെല്ലാം നമുക്ക് എന്താണ് കേരള സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിലും കറണ്ട് അഫെയറിലും ഉൾപ്പെടുത്താവുന്ന ചോദ്യങ്ങളാണ് അല്ലേ. അടുത്ത് നോക്കൂ. 78-ാമത്തെ ചോദ്യം നോക്കൂ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? സശ്രദ്ധമാണ് അല്ലേ. ഹയർ സെക്കൻഡറി മുതലേ എന്താണ് സശ്രദ്ധം സൂക്ഷിക്കുന്നുണ്ട്, സശ്രദ്ധം. ഓക്കെ. അടുത്തത് അവസാനത്തെ ഇതുമായ 80-ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെയാണ് സെൻട്രലിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ശരിയായ ഉത്തരം JP നദ്ദയാണ് അല്ലേ, JP നദ്ദയാണ് ഇപ്പോഴത്തെ. ഓക്കെ. അപ്പോൾ തൊട്ട് മുൻപ് ആരായിരുന്നു? ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആയിരുന്നു അല്ലേ. ഓപ്ഷൻ എ ആണ് ശ്രീ മൻസുഖ് മാണ്ഡവ്യ. ഇനി ചോദിക്കുന്ന ചോദ്യങ്ങൾ JP നഡ്ഡ ഉണ്ടെങ്കിൽ JP നഡ്ഡ കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ശ്രീ മൻസുഖ് മാണ്ഡവ്യ കൊടുക്കുക. നമ്മൾ സെൻട്രൽ മിനിസ്റ്റേഴ്സ് അവരുടെ വകുപ്പുകൾ എല്ലാം നമ്മൾ വീഡിയോ ചെയ്തതാണ്, കോഡിലൂടെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. എന്തായിരുന്നു? നഡ്ഡ അല്ലേ, നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. കോഡ് ഓർമ്മയുണ്ടോ? ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്, ഒന്ന് കണ്ടു നോക്കുക, അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ 28 ചോദ്യങ്ങളാണ് ഇവിടെ നോക്കിയത്. കറണ്ട് അഫെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയ 28 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയിൽ തന്നെ നമ്മൾ കണ്ടത്. അതും ഇതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ 2024 നമ്മുടെ PYQ സെഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൽ പലതും പല എക്സാമുകളിലും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. മാത്രമല്ല ഈ 28 ചോദ്യങ്ങളിൽ തന്നെ ഏകദേശം ഒരു 24-25ഓളം ചോദ്യം നമ്മൾ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഇനി വരുന്ന LGS LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർ മലയാളം ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ നിന്ന് ക്ലാസ് പഠിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.